തദ്ദേശീയമായ ആയുധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗാണ്ഡീവ് എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ പരീക്ഷണ ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നിർമ്മിക്കുന്ന മിസൈലുകൾക്കുൾപ്പെടെ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുരാണവുമായി ബന്ധപ്പെട്ട പേരുകളുമാണല്ലോ നൽകുന്നത്. അതൊക്കെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പേരിടുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിനാക മാത്രമല്ല, ഇനി നമ്മളൊരു വലിയ സിസ്റ്റം തന്നെ ഉണ്ടാക്കുമ്പോഴും കുശ പേരിടും. അതെ. അപ്പോൾ ഇത് ഗാണ്ഡീവം എന്നാണ് നമ്മുടെ പുരാണത്തിൽ നിന്നുള്ള പേരെങ്കിലും ശരിക്കും ഇത് അസ്ത്ര MK3 എന്ന് പറയുന്ന മിസൈലാണിത്. എയർ ടു എയർ, ആകാശത്ത് നിന്ന് ആകാശത്തേക്ക്, അതായത് ഒരു വിമാനത്തിൽ നിന്ന് വേറൊരു വിമാനത്തിനെ തകർക്കാനോ ഒക്കെയുള്ള മിസൈലാണിത്. വിമാനം വഹിക്കുന്ന മിസൈൽ, വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് പോയി തൊടുക്കുന്ന മിസൈലാണ് അസ്ത്ര MK3. അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, BV റാം എന്ന് പറയില്ലേ, കാഴ്ചയ്ക്കും അപ്പുറം ഒക്കെ ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്ന മിസൈലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം സോളിഡ് ഫ്യൂവൽ റാംജെറ്റ് പ്രൊപ്പൽഷൻ, അതായത് പുറത്തു നിന്ന് തന്നെയുള്ള വായു എടുത്തിട്ട് ഓക്സിഡൈസർ, അതായത് സാധാരണഗതിയിൽ മിസൈലുകളിൽ ആ മിസൈലുകൾ തന്നെ ഓക്സിഡൈസർ വഹിക്കും. ഇതിന് പുറത്തുള്ള വായു തന്നെ ഉപയോഗിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ പ്രൊപ്പൽഷന് സഹായിക്കാം ഈ മിസൈലിന്. ആ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് സോളിഡ് ഫ്യൂവൽ റാംജെറ്റ് പ്രൊപ്പൽഷൻ, അതാണ് 300 മുതൽ 350 കിലോമീറ്റർ വരെ ഖര ഇന്ധനം സോളിഡ്. ഇത് Su-30 ഇല്ലേ വിമാനം, സോവിയറ്റ് സുഖോയ് 30 MKI, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് ഈ ഗാണ്ഡീവത്തിൻ്റെ നിർമ്മാണം. കൃത്യമായി ആ സുഖോയ്ക്ക് വഹിക്കാവുന്ന വിധത്തിലാണ് ഗാണ്ഡീവം നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റെൽത്ത് വിമാനങ്ങൾ, ബോംബറുകൾ, എവാക്സുകൾ, ഇതിനെയൊക്കെ ശരിപ്പെടുത്താവുന്ന വിധത്തിലാണ് ഗാണ്ഡീവത്തിൻ്റെ നിർമ്മിതി. അപ്പോൾ അസ്ത്ര MK1 നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. അത് 80 മുതൽ 110 കിലോമീറ്റർ വരെ റേഞ്ച്. ഇത് 300 മുതൽ 350. MK2 140 മുതൽ 160 വരെ കിലോമീറ്റർ റേഞ്ച്. അവ ഈ മറ്റേ റോക്കറ്റ് മോട്ടോറിലാണ് മറ്റേ വിക്ഷേപണമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഗാണ്ഡീവം SFDR പ്രൊപ്പൽഷൻ, സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ്, ആ സംവിധാനത്തിലാണ് ഇത് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ഓക്സിജനും കൂടി സ്വീകരിച്ചിട്ട് ഉള്ളത്. അപ്പോൾ അന്തരീക്ഷ വായു ഉപയോഗിക്കും. പിന്നെ ഓൺബോർഡ് ഓക്സിഡൈസർ ഇതിന് വേണ്ട, അതാണ്. മറ്റേ രണ്ടിനും അത് വേണം. മറ്റേ 1 and 2 അസ്ത്ര, അത് അങ്ങനെയാണ് വേണ്ടത്. ഇത് ഓൺബോർഡ് ഓക്സിഡൈസർ ഇതിന് വേണ്ട. സൂപ്പർസോണിക് ആണ്. 4.5 മാക് സ്പീഡിൽ പോകുന്നതാണിത്. അപ്പോൾ ഈ റാംജെറ്റ് എൻജിൻ ആയതുകൊണ്ട് ഈ മിസൈൽ പോകുന്ന വഴിക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ പാത അഡ്ജസ്റ്റ്, മിഡ് എയർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. വലിയ ദൂരത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചൈനയുടെ PL-15 ഉണ്ടല്ലോ, 200 മുതൽ 300 കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽ, പാകിസ്ഥാന് കൊടുത്തതൊക്കെ ആയിട്ട് പറയുന്നത്. PL-15 ഈ പാകിസ്ഥാന് കൊടുത്തത് ഇവിടെ വന്ന് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, സഹ്റാൻപൂരിലൊക്കെ, പഞ്ചാബില് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു, പുതിയ തേങ്ങ പോലെ. അപ്പോൾ ആ PL-15, പിന്നെ പാകിസ്ഥാനിൻ്റെ AIM-120C AMRAAM, അത് എയർ ടു മറ്റേ മിസൈൽ തന്നെ, 105-120 കിലോമീറ്റർ. അതിനേക്കാളൊക്കെ വലിയ മെച്ചമുള്ള മിസൈലാണ് നമ്മുടെ ഗാണ്ഡീവ. അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന മിസൈലാണ്.
2024 ഡിസംബറിൽ ഒഡീഷയിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ലോഞ്ച് നടന്നിരുന്നു. അതിൻ്റെ തുടക്കമാണ്. ഇനിയാണ് ലൈവ് ഫയർ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ഇനിയാണ് ശരിക്കും ഇത് ശരിക്കും എയർ ടു എയർ മിസൈലാണല്ലോ. ഗ്രൗണ്ടിലൊരു ടെസ്റ്റ് നടന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ നടക്കുള്ളൂ. ലൈവ് ഫയർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും വിക്ഷേപിക്കാൻ പോവുകയാണ്. ഇത് വിക്ഷേപിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു, ആ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഗാണ്ടീവ. ആ ടെസ്റ്റ് ചിലപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിലോ 3 ആഴ്ചയ്ക്കുള്ളിലോ നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഗാണ്ടീവും ഉൾപ്പെടെയുള്ള മിസൈലുകൾ വരുന്നതോടുകൂടി ഇന്ത്യക്ക് വീണ്ടും ഈ ആയുധ വിപണന രംഗത്ത് വലിയൊരു മാർക്കറ്റ് കൂടെ തുറന്നു കിട്ടില്ലേ. വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തെ ഈ വൻകിട രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുറ്റു നോക്കില്ലേ? വലിയ വിഷമത്തോടുകൂടിയായിരിക്കും വൻകിട രാജ്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ സംഘർഷം കഴിഞ്ഞപ്പോൾ പല നമ്മുടെ ഈ മികവ് കാണിച്ച പല യുദ്ധോപകരണങ്ങളെയും അപഹസിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും സഖ്യരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. തുർക്കിയുടെ ഭാഗത്തു നിന്ന് ആദ്യം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും തുർക്കിയിലെ പിന്നത്തെ മാധ്യമങ്ങൾ അങ്ങനെയല്ല, ഇത് ഭീഷണി തന്നെയാണ് ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞ അവിടുത്തെ മാധ്യമങ്ങൾ പ്ലേറ്റ് മാറ്റാൻ തുടങ്ങിയിരുന്നു. തുർക്കിയിലെ മാധ്യമങ്ങൾ അങ്ങനെ പ്ലേറ്റ് മാറ്റുന്നതിന് കാരണമുണ്ട്. എന്താണ്? നമ്മൾ അർമീനിയയ്ക്ക് ആയുധം കൊടുക്കുന്നുണ്ട്. അർമീനിയയുടെ ശത്രുവായ അസർബൈജാന് അല്ലേ, നഗാർണോ കാരബാഖ് യുദ്ധമൊക്കെ 2 രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അസർബൈജാന് തുർക്കിയാണ് ആയുധം കൊടുക്കുന്നത്. അപ്പൊ അസർബൈജാനും വീണ്ടും വിചാരം ഉണ്ടായാലോ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ. അവർക്കും നല്ല ആയുധം തുർക്കിയുടേതല്ല, ചൈനയുടേതല്ല, ഇന്ത്യയുടേതാണെന്ന് തോന്നി ഈ വിപണി കൈയടക്കാനുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റഫാലിനെതിരെ ഒരുപാട് കൊണ്ടുപിടിച്ച പ്രചരണമുണ്ട് എന്ന് പറയുന്നത് പോലെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നോക്കാമെന്ന് ഫ്രാൻസും പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ റഫാൽ നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ 6 എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നല്ലേ അനിൽ ചൗഹാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആയുധങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള പ്രചാരണങ്ങൾ അത് തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്രസമ്മേളനം പട്ടാളം നടത്തിയപ്പോൾ ഇമേജുകൾ സഹിതം പത്രസമ്മേളനം നടത്തിയത്. പിന്നെ ഇതിലെ വിദഗ്ധന്മാരുണ്ടല്ലോ, ഇപ്പോൾ ടോം കൂപ്പറൊപ്പം ഉള്ള ആളുകളൊക്കെ പല ദിവസങ്ങളിലും അല്ലേ, ഒരാഴ്ച കൂടുമ്പോൾ അവരുടെ അനാലിസിസ് വരുന്നില്ലേ, അപഗ്രഥനം വരുന്നുണ്ട്. അപ്പൊ ഇത് തകർത്തതൊക്കെ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മിസൈലുകൾ ഈ 3 ദിവസം കൊണ്ട് നമ്മുടെ ആയുധങ്ങൾ, മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, ലോഞ്ചറുകൾ എങ്ങനെയൊക്കെ മികവ് തെളിച്ചു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ അല്ലേ, ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ ലഭ്യമാണ്. അപ്പൊ നേരത്തെ സിനിജി പറഞ്ഞതുപോലെ വിപണി, ആയുധ വിപണിയിൽ ഇപ്പൊ നമ്മള് മറ്റേ മോദി സർക്കാരിന്റെ 1 വർഷം കൊണ്ടാടുകയാണ്. അതില് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ മറ്റ് 4ാമത്തെ വൻശക്തി ആയിരിക്കുന്നു. 4.17 ട്രില്യൺ ഇക്കോണമി. കച്ചവടത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15 ട്രില്യൺ ഉണ്ട് ഇല്ലേ, അമേരിക്കയുടെ പകുതി GDP-യുടെ പകുതി ഉണ്ട് നമ്മൾ. അപ്പോൾ വലിയൊരു ആയുധ വിപണി കണ്ടെത്തുകയും ആയുധ ശക്തിയാവുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും വൻശക്തിയാകുന്നത്. കാരണം ഇതിലെ കരാറുകളാണല്ലോ ഈ 2 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഒരുപാട് ആയുധങ്ങൾ ഇസ്രയേല് 2024 2 ലക്ഷം കോടിയുടെ മറ്റേ ആയുധം വിറ്റിട്ടുണ്ട്. സിപ്രിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അവര് മറ്റേ അറബ് രാജ്യങ്ങൾക്കും വിറ്റിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ ഒക്കെ വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നിന്ന്. അപ്പൊ ഇസ്രയേല് ചെറിയ രാജ്യമാണെങ്കിലും അത്യാവശ്യം സമ്പത്തുള്ള രാജ്യമാണ് എന്നുള്ളൊരു പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ വികസിത രാജ്യത്തിൽ നിന്നും മാറി വികസിത രാജ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരു ആയുധ ശക്തിയും കൂടി ആകേണ്ടതുണ്ട്. അതുകൊണ്ട് ആയുധങ്ങൾ വിൽക്കുമ്പോഴേ ആയുധങ്ങൾ പരീക്ഷിക്കാനും പറ്റുള്ളൂ. ഇത് വലിയ
പണച്ചെലവുള്ള കാര്യങ്ങളാണല്ലോ. അതെ. അതുകൊണ്ട് ആ മേഖലയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടെക്നോളജിയിലും മാറ്റമുള്ള ഒരു മിസൈലാണ് ഗാണ്ടീവ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.